നിങ്ങളൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നെങ്കിൽ അന്ന് ആ വീഡിയോയുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് തംബ്നെയിൽ തന്നെ ആയിരിക്കും. നിങ്ങളെ തംബ്നെയിൽ നല്ലതാണെങ്കിൽ നിങ്ങളെ വ്യൂസ് കൂടുന്നതായിരിക്കും. നിങ്ങളെ വ്യൂസ് കൂടിയാൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നതായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളെ തംബ്നെയിൽ നല്ലതാണെങ്കിൽ നിങ്ങളെ CTRഉം കൂടുന്നതായിരിക്കും. CTR എന്ന് വെച്ചാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ്. ക്ലിക്ക് ത്രൂ റേറ്റ് എന്തുവെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോകളിൽ ക്ലിക്ക് ചെയ്യുന്ന ആളുകളെ എണ്ണം. ഗൈസ്, അപ്പം ഈ വീഡിയോയിൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഹൈ ഡെഫിനിഷൻ യൂട്യൂബ് തംബ്നെയിൽസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ ദ വേ, ഞാൻ ഇന്ന് ഈ തംബ്നെയിൽ ഉണ്ടാക്കാൻ പോകുന്ന ക്യാൻവയിൽ കൂടാണ്. ക്യാൻവ ആൻഡ്രോയിഡ് ആൻഡ് iOSനും അവൈലബിൾ ആണ്. ഞാനിപ്പം ചെയ്യുന്ന മാക്ബുക്കിലാണ്. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളെ ബ്രൗസറിൽ ചെന്ന് നിങ്ങൾ ജസ്റ്റ് www.canva.com എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ക്രിയേറ്റ് ഡിസൈനിൽ നോക്കിയിട്ട് യൂട്യൂബ് തംബ്നെയിൽ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു വൈറ്റ് ബ്ലാങ്ക് പേജ് കാണാൻ കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങളെ തംബ്നെയിലിനായിട്ടുള്ള പിക്ചർ ഇവിടെ ഇടുക. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ പിക്ചർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ പിക്ക്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, അപ്പം ഞാൻ എൻ്റെ പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൻ്റെ സൈൻ കാണും. നിങ്ങളവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്സ്റ്റ് ഉണ്ട്. നിങ്ങളെ ഓൺ ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്ന ഇതാണ്. ഓക്കെ, ബൈ ദ വേ, ഞാൻ ഈ വീഡിയോയുടെ തംബ്നെയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഹൗ ടു ക്രിയേറ്റ് പ്രൊഫഷണൽ തംബ്നെയിൽ ഫോർ യൂട്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഹൗ ടു നമുക്ക് ഇവിടെ കൊണ്ട് സൈസ് കൂട്ടാൻ പറ്റും കേട്ടോ. ആദ്യം സെലക്ട് ചെയ്തിട്ട് ഈ പ്ലസ് സൈനിൽ നിൽക്കുക. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് എന്നും കൂടെ എഴുതാം. ഹൗ ടു ക്രിയേറ്റ്. ഓക്കെ, ഇന്ന് ഞാൻ പ്രൊഫഷണൽ എന്ന് എഴുതാൻ പോകുന്ന വേറെ ടെക്സ്റ്റ് ഫോണ്ടിലാണ്. ഓക്കെ, നമുക്കിവിടെ സെലക്ട് ചെയ്തിട്ട് പ്രൊഫഷണൽ എന്ന് എഴുതാം. പ്രൊഫഷണൽ. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ടെക്സ്റ്റ് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഇറ്റാലിക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഈ പ്രൊഫഷണലിൽ ഞാൻ ബ്ലാക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സൈസ് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫഷണൽ എന്ന് എഴുതിയേക്കുന്ന വിസിബിൾ അല്ലായിരിക്കും, കാരണം ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്കാണ്, ഈ ടെക്സ്റ്റും ബ്ലാക്കാണ്. അതുകൊണ്ട് നമുക്കിത് വിസിബിൾ ആക്കാൻ വേണ്ടി നമുക്കിവിടെ ഒരു റൗണ്ട് റെക്റ്റാങ്കിൾ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി. ഓക്കെ, അപ്പം പ്രൊഫഷണൽ എന്നുള്ള വേർഡ് ഇവിടെ ഇപ്പം വിസിബിളാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി വേർഡ്സ് എഴുതാൻ ഞാൻ ഈ പ്രൊഫഷണൽ ആ ഫോണ്ട് തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രൊഫഷണൽ കോപ്പി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൾട്ട് എത്തി ഈ വേർഡ് കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ബാക്ക് ടു വൈറ്റ് ആക്കാം. പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് തംബ്നെയിലൊന്നും കൂടെ എഴുതാം. ഇനി നമുക്ക് ഈ തംബ്നെയിൽ കോപ്പി ചെയ്ത് ഓണെന്നും കൂടെ എഴുതാം. ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു തിരുത്തം. ഇവിടെ ഓണിൻ്റെ പകരം ആക്ച്വലി ഇവിടെ ഫോറെന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ അറിയാതെ ഫോറിൻ്റെ പകരം ഓണെന്ന് എഴുതി പോയതാണ്. അപ്പം എൻജോയ് ദ വീഡിയോ. ഈ തംബ്നെയിൽ ഉണ്ടാക്കാൻ വെരി ഈസി ആട്ടോ. പിന്നെ നിങ്ങൾ ഈ എലിമെൻസിൽ പോയി നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഈ യൂട്യൂബ് എന്ന് തന്നെ ഇത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ യൂട്യൂബ് കറുപ്പിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെയും കൂടെ ഒരു റെക്റ്റാങ്കിൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഇട്ട് കൊടുക്കാം. റെക്റ്റാങ്കിളിന് വേണ്ടി നിങ്ങൾ ഈ എലിമെൻസിൽ പോയി ലൈൻസ് ആൻഡ് ഷേപ്പ് എന്ന് കാണും. ഇവിടെ ഈ സ്ക്വയർ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി എൻ്റെ കളർ ഏതാണ്ട് ബ്രൗൺ പോലത്തെയാണ്. അതെനിക്കിപ്പം വേണ്ട, നമുക്കിനി വൈറ്റ് തന്നെ ആക്കാം. ഓക്കെ, അപ്പം നിങ്ങളിപ്പം വിചാരിക്കും ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ വേർഡ് അവിടെ പോയെന്ന്. ഇപ്പം ഈ റെക്റ്റാങ്കിൾ മുമ്പേ വന്നുകൊണ്ട് യൂട്യൂബ് പുറകിലായിപ്പോയി. നിങ്ങൾക്ക് യൂട്യൂബ് മുമ്പേ കൊണ്ടുവരാൻ വേണ്ടി
നിങ്ങൾ ജസ്റ്റ് ഈ റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്ത് പൊസിഷനിൽ പോയി നിങ്ങൾ ബാക്ക്വേർഡ്സ് ഒന്ന് നിൽക്കുക. ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, എനിക്ക് ഈ പ്രൊഫഷണലി ജസ്റ്റ് ഒന്ന് കൂട്ടാം. ഓക്കെ ഗൈസ്, അപ്പം തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും സിമ്പിളായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്നെയിൽ ഇനി മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഈ തംബ്നെയിൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും ഈ തംബ്നെയിൽ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തുവാ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പോയി കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നെക്കി ഓൾ നിൽക്കുക. അപ്പം ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ.